അച്ഛനറിഞ്ഞു കുറച്ചു മുമ്പ്. ഒന്നും നമ്മുടെയിലല്ലല്ലോ മോളെ, വിധിച്ചതേ വരൂ. ആ കൊച്ചിന് അത്രേ ആയുസേ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ളൂ. മനഃപൂർവ്വം ഞാൻ അറിയാലോ. കാശില്ലാഞ്ഞിട്ടായിരുന്നു സത്യം. ഇന്നേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ചെന്നപ്പോഴത്തേക്കും പുഷ്കരം വിചാരിച്ചാൽ നിന്റെ സത്യം ഇല്ലാതാവില്ലല്ലോ മോളെ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. ആ തെറ്റ് പാർട്ടി തിരുത്തുകയും ചെയ്തു. എടാ, ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല, നിന്റെ ബാല്യകാല സുഹൃത്തായിട്ടാണ് ഞാൻ പറയുന്നത്. നീ തിരിച്ചു വരണം, സ്ഥാനാർത്ഥിയായിട്ട് തന്നെ തിരിച്ചു വരണം. എടാ, നിന്റെ ഉള്ളിൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ഒരു രാഷ്ട്രീയക്കാരനാവാൻ മാത്രമേ നിന്നെ കൊണ്ട് പറ്റുള്ളൂ. കെ.പി. ബാബുക്ക പറഞ്ഞ് കറക്റ്റാ. എടാ, ഈ തീരുമാനം ഇനി മാറില്ല. മാറിയാൽ ബാബുരാജ് പിന്നെ ഈ പാർട്ടിയിലുണ്ടാവില്ല. ജനലക്ഷങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് LDP സാരഥികളായ കെ.പി. സുരേഷും ബാബുരാജും ഇതാ കടന്നു വരുന്നു. അതുകൊണ്ട് മോളെ ഞങ്ങൾക്ക് വേണം. ഒരു ബലിദാനിയായിട്ട് അവളെ ഞങ്ങൾ ഇങ്ങ് എടുക്കുക. വയ്യാതെ കിടന്ന പൊരുത്തരം കണ്ടില്ലല്ലോ, ഒന്ന് എടുത്തോണ്ട് പോകാൻ പോലും. കൊന്നളഞ്ഞില്ലേ എന്റെ മോളെ. എന്നിട്ടിപ്പോ 16 തികയുന്നതിന് മുന്നേ വന്നേക്കുന്നു. എന്റെ വായിരിക്കുന്നത് കേൾക്കണമെങ്കിൽ പൊക്കോണല്ല. ഒഴുകമാര് വന്നേക്കുന്നു കൊത്തിപ്പറിക്കാനായിട്ട്. ഇത്രയും ചലോ. ദേശാടന കിളികളുടെ കരച്ചിലാണെന്ന് തോന്നുന്നു. അത് അനുവദിച്ചുകൂടാ. ചെല്ല് ഇപ്പൊ കിട്ടും രക്തസാക്ഷി. ഇതുവരെയായിട്ട് കപ്പത്തിൽ കണ്ടില്ലേ? സഖാവേ, നമ്മുടെ രക്തസാക്ഷിമാർ ബലിദാനിയാക്കി കൊണ്ടുപോയോ? സഖാവേ, ഊളത്തരം പറയരുത്. സഖാവേ, ആ സുരേഷ് എന്നേ അവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കേ. ഞങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്ത് നിൽക്കാം. ചെല്ലുന്നു ചെല്ല് ചെല്ല്. വർക്കിച്ചൻ പറഞ്ഞു തന്നേരാ. കൊച്ചി മരിച്ച സംഭവം മുന്നണിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. LDPയും BRPയും അത് മുതലെടുക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. സുനന്ദ കുറെ കൂടെ ഒക്കെ ശ്രദ്ധിക്കണമായിരുന്നു. പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ മറ്റുള്ളവരുടെ വാർഡിൽ കയറി തലയിടരുന്ന്. അനുഭവിച്ചോ? ഏതായാലും സുനന്ദയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം ഇനി ദോഷം ചെയ്യും. തൽക്കാലം നമുക്ക് ഗിയറൊന്ന് മാറ്റിപ്പിടിക്കാം. ഒരു വിശേഷം പറയാൻ മറന്നുപോയി. ഞാൻ ഇവളുടെ മിന്നുകെട്ടം ഉറപ്പിച്ചു. ഇലക്ഷൻ കഴിഞ്ഞ ഉണ്ടാവും. അത് ശരി. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഇതുപോലൊരു മരണം മൂലമായിരുന്നു പീതൻ ഈ പഞ്ചായത്തിലെ ഹീറോ ആയത്. ഇപ്പൊ മറ്റൊരു മരണം മൂലം മകൾ സീറോ ആവും. ഇതൊക്കെയായിരിക്കും കാലത്തിന്റെ കാവ്യനീതി. ധന്യമോളുടെ മരണം ഒരു കൊലപാതകമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന UDPക്കാർ തന്നെയാണ് ഇതിൽ ഒന്നാം പ്രതികൾ. അതിലൊരു മെമ്പറിന്റെ കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ LDP അധികാരത്തിലെത്തിയാൽ ഇനിയൊരു ധന്യമോൾ ഇവിടെ ഉണ്ടാവില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞപ്പോഴാണ് അങ്ങ് റഷ്യയിൽ 1939 നടന്നൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിന് ഒരാഴ്ച മുമ്പ് ഇതുപോലൊരു അമ്മയുടെ മകൾ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ചുവന്ന ബക്കറ്റുകൾ നടന്നു തുടങ്ങാറായി. എന്തൊക്കെ പറഞ്ഞാലും ധന്യമോളുടെ മരണം സുനന്ദയ്ക്കൊരു വെള്ളടിയാ. ജലദോഷം കുറവുണ്ടോ മോളെ? ആ കുഞ്ഞിന്റെ മരണം എൻ്റെ തലയിലായി. ഇപ്പം അതും പറഞ്ഞാണ് ഓരോ വീട്ടിലും കയറി വോട്ട് പിടുത്തം. സുരേഷിന്റെ വിശദീകരണം കൂടി ആയപ്പോൾ പൂർത്തിയായി. നമ്മുടെ പാർട്ടിയുടെ നിലപാടെന്താ അറിയാലോ. ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പം അവരും ഇതൊരു അവസരമാക്കുക. ഇത്തവണ ഡേറ്റാ. രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾക്കെല്ലാം അല്പായുസമുള്ളൂ മോളെ. പുതിയ ഒരെണ്ണം കിട്ടുമ്പോൾ ഇപ്പോഴുള്ളത് രാഷ്ട്രീയക്കാരും ചാനലുകാരും ജനങ്ങളും ഒക്കെ അങ്ങ് മറക്കും. നാളത്തെ കാര്യം നാളെ അറിയും. വലിയൊരു കലാപമാണ് ഇവിടെ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നത്. ആധുനിക ചക്രകൂടത്തിന്റെ പിതാവായ കേളുജിയുടെ പ്രതിമയാണ് ഇവിടെ തകർക്കപ്പെട്ടിരിക്കുന്നത്. കേളുജി ഞങ്ങളുടെ എല്ലാം ആത്മാവായിരുന്നു. അതാണിപ്പോ തകർക്കപ്പെട്ടിരിക്കുന്നത്. പരാജയ ഭീതി പൂണ്ട LDPക്കാരും BRPക്കാരും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിന്റെ പിന്നിൽ. ഈ കൊടും ക്രൂരതയ്ക്കുള്ള മറുപടി ചക്കരക്കുടത്തെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ നൽകും. ഈ കേസ്
CBI അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ സംഭവം ഏത് മുന്നണിക്കാണ് മുൻതൂക്കം നൽകിയെന്നറിയാൻ ഇലക്ഷൻ ഫലം വരും വരെ കാക്കേണ്ടി വരും. നിമിഷ, സത്യമായിട്ട് ഞാനല്ല. ക്ഷമിക്കണം, നിമിഷയുമായുള്ള കണക്ഷൻ പോയിരിക്കുന്നു. നിമിഷ ലൈനിലുണ്ടോ? നിമിഷ്, ചേട്ടാ വോട്ട് തരണേ. ഇതൊക്കെ ഒരു പൈൻ്റെ വീഴും. അത് നമ്മുടെ സ്വന്തം വീടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പ്രതിമയുടെ കൈ ഓടിച്ച നമ്മുടെ പിള്ളേരാണെന്നൊരു സംശയമുണ്ട്. ഏയ് അത് യൂഡിപ്പിക്കാരാ. ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഡെക്ക് വിലയല്ലേ. നാളെ ഹർത്താൽ വല്ലതും കാണും. അളിയ നാളെ ഹർത്താല കേട്ടോ. നീ ബിയർ ചെയ്യുന്ന ഒരു ഫുൾ എനിക്കും വാങ്ങിച്ചു. ബ്രാൻഡ് നോക്കണ്ട. ആരാണ് പ്രഖ്യാപിച്ചതെന്ന് അറിയാത്ത ഹർത്താൽ കേരളത്തിൽ പൂർണ്ണം. പ്രതിമ സംഭവം മൂത്തെങ്കിലും ഹർത്താൽ അത്രയ്ക്ക് അങ്ങോട്ട് സ്പാർക്ക് ഉണ്ടാക്കിയില്ല. എങ്ങനെ ഉണ്ടാവാനാ? അവന്മാര് പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് അല്ലേ നമ്മളെ ഒതുക്കാനായിട്ട്. ഇതിപ്പോ പഞ്ചായത്ത് ആര് പിടിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ നമ്മുടെ ശക്തി കാണിച്ചേ പറ്റൂ. കുടിക്കേ. ഒരു ബേക്കറിലെ കളയം നടത്തിയാലോ? അതുപോരാ, ഇച്ചിരൂടെ വലിയ സ്പാർക്ക് വേണം. ചക്കരക്കൂടെ നിന്ന് കത്തണം. എന്നാ ഇമ്മനി വലിയൊരു ഐഡിയ നിങ്ങൾ പറ. അമ്പലത്തിന്റെ മുമ്പിൽ ഞങ്ങളൊരു ജീവിയുടെ തല കൊണ്ടുവയ്ക്കാം. പള്ളിയുടെ മുമ്പിൽ നിങ്ങൾ ഒരു മൃഗത്തിന്റെ തല കൊണ്ടുവയ്ക്കും. ഒരൊറ്റ ഫോട്ടോ മതി. ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ നമുക്ക് തകർക്കാം. ഇനിയും വൈകണ്ട, പണി തുടങ്ങിക്കോ. സുനന്ദ മെമ്പറെ, ഇവര് ചിലതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കലാപം ഉണ്ടാക്കാനുള്ള പരിപാടിയാ. ഇവിടെ എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. വേണ്ടത് ഞാൻ ചെയ്തോളാം. ശരി. മൊത്തം പോലീസോ? അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും പറ. മൊത്തം പൊളിഞ്ഞു. ഇനിയിപ്പോ ഒരൊറ്റ മാർഗ്ഗേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിക്കുക. ഞങ്ങളെ വാർഡിൽ ഞങ്ങൾക്കുള്ള വോട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മറിച്ചു തരാം. പകരം ഇങ്ങോട്ടും മറിച്ചാ. ഓടിക്കോ പോലീസ്. കേട്ടോ കേട്ടോ. ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിയാൽ പൊതുവെ സമാധാനപരമായിരുന്നു ഇലക്ഷൻ. 2 ദിവസത്തിന് ശേഷം. അതെ, ഓഗ്മെന്റ് റിയാലിറ്റി അതാണിത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഓരോ നിമിഷവും നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഞങ്ങളുടെ കൂടെ ചേരുന്നു വിദഗ്ധർ, രാഷ്ട്രീയ നിരീക്ഷകൻ. വലതുഭാഗത്ത് ചേരുന്നു ഇടതുപക്ഷ സഹയാത്രികൻ. പ്രതിമയിലുള്ള വിശ്വാസം തിരിച്ചടിച്ചിരിക്കുന്നു. LDP പിന്നിലാണ്. UDPക്ക് നേരിയ മുന്നേറ്റം. ട്രെൻഡുകൾ മാറി മറയുകയാണ്. ഇപ്പോൾ LDPക്ക് ചെറിയ മുന്നേറ്റം. റിസൾട്ടുകൾ വന്നു തുടങ്ങി. 5ാം വാർഡിൽ KP സുരേഷ് പിന്നിലാണ്. 2ാം വാർഡിൽ UDPയുടെ നീന കോശിക്ക് വിജയം. നീ മുന്നിലാ. സുരേഷിന്റെ കാര്യം ഒന്നും പറയാറായിട്ടില്ല. 4ാം വാർഡിൽ UDPയുടെ ഗുണപാലിനെ തോൽപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി ശശിക്ക് അട്ടിമറി വിജയം. ശശിയേ, നീ ജയിച്ചടാ. ഞാനിവിടെ സുമതിയുടെ കട്ടിൽ ആ പഠിച്ചോണ്ടിരുന്ന. അപ്പൊ ന്യൂസി പറയുന്ന കേട്ടടാ. ആ എടാ, ഇവ എവിടെ പോവാ? ശശിയേ, എടാ മണ്ടയില്ലാത്തോലെ അതിന്റെ മേളിൽ കയറി ചാടി ചാവല്ലേ. എടാ നീ ജയിച്ചെന്നാണോ പറഞ്ഞ, തോറ്റെന്നല്ല. എടാ ശശിയേ, ശശിയേ, സന്തോഷം കൊണ്ടാണോ ശശിയേ. KP സുരേഷ് കേവലം 5 വോട്ടുകൾക്ക് ഇപ്പോഴും പിന്നിലാണ്. അവസാന ലാപ്പിലെ അട്ടിമറിയിൽ LDPയുടെ KP സുരേഷിന് മിന്നുന്ന വിജയം. 118 വോട്ടുകൾക്കാണ് സുരേഷ് വിജയിച്ചിരിക്കുന്നത്. മറ്റ് വാർഡുകളിലെയും ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. UDPയുടെ KP സുനന്ദ തൊട്ടടുത്ത എതിരാളി LDPയുടെ ജ്യോതി രാജുവിനെ 104 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ജ്യോതി രാജുവിന് ഒരു വെല്ലുവിളി പോലും ഉയർത്താൻ കഴിഞ്ഞില്ല. നമ്മൾ ജയിച്ചില്ലേ?
നിന്റെ കണക്കൂട്ടിലൊക്കെ ശരിയാകുമോ മോളെ? ഈ ഭൂഗോളത്തിന്റെ രാഷ്ട്രീയ സ്പന്ദനം തന്നെ കണക്കിലല്ലേ അച്ഛാ? ആചാരവും പ്രതിമയും കൊച്ചിന്റെ മരണവും എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞെടുത്ത് 6 സീറ്റ് മികച്ചു തന്നെ. പക്ഷേ ഇനി ഭരണം പിടിക്കണം. അതങ്ങനെ നടക്കും. നമുക്ക് ഭൂരിപക്ഷത്തിന് 2 സീറ്റ് കുറവല്ലേ? ശശി, PPDP, BRP ഈ 3-ൽ 2 നമ്മൾ പിടിക്കണം. ഈ ഫാസിസ്റ്റ് ശക്തികളുടെ സഹായം തേടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നിലപാട് മാറ്റമാണ്. അത് വേണോ? എന്തിനീ ടെൻഷൻ? 2 വോട്ടല്ലേ? അത് നമ്മൾ ഈ 7-ാം വാർഡിലും 9-ാം വാർഡിലും ചെയ്ത പോലെ കള്ളവോട്ട് ചെയ്താൽ പോരെ? പോരെ? സഖാവരാധൻ, നമ്മുടെ വിദേശാഭിമാനി പത്രത്തിന്റെ സർക്കുലേഷൻ ഒന്ന് വർദ്ധിപ്പിക്കണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ എല്ലാരും ഒന്ന് സംഘടിക്കൂ. നിങ്ങൾ സംഘടിച്ച് ഒന്ന് ശക്തരാകും. ചെല്ലുന്നേ. അല്ലെങ്കിലും ഈ പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിൽ താഴെ തട്ടിലുള്ളവർ ഇടപെടാതിരിക്കണം നല്ലത്, അല്ലേ? അതെ, അവരുമായി പിരിക്കട്ടെ, അല്ലേ? അപ്പോൾ സഹാവൻ എന്താ പറയാളെ? അധികാരത്തിൽ നിന്ന് മാറി നിന്ന് ചിത്രശക്തികളെ സഹായിക്കുന്നതിന് പകരം അവരടിച്ചമർത്തി നമ്മുടെ കാൽക്കീഴിൽ കൊണ്ടുവരണം. സഖാവ് ബാബുരാജ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ വൈരുദ്ധ്യങ്ങളുടെ ഏകീകരണമാണ് ഭൗതികവാദമെന്ന് മാവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധികാരം നമ്മൾ പിടിച്ചെടുക്കണം. എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. സുരേഷാണ് ശരി. ചരിത്രപരമായ വിഡിത്തങ്ങൾക്ക് ഇനി അവസരമില്ല. ഭരണം നമ്മൾ പിടിക്കണം. സുനന്ദയെ പ്രസിഡന്റ് ആക്കരുത്. അതിനുള്ള കളി നമുക്ക് കളിക്കണം. അതത്ര നിസ്സാരമല്ല. വർക്കിച്ചനൊഴികെ നമ്മുടെ കൂടെ നിന്ന് ജയിച്ച എല്ലാവരും അവളുടെ ആൾക്കാരാ. എതിരുള്ള ഞാനടക്കം എല്ലാവരെയും അവള് പൊട്ടിച്ചു. അവള് എന്നാൽ സുലൈമാന്റെ ഭാര്യയും കുത്തും. പഞ്ചായത്തിന്റെ ചില ആനുകൂല്യങ്ങൾ അവൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവളെ വെച്ച് ഭരണം പിടിക്കുന്നതാണ് ഇപ്പോ ബുദ്ധി. അയ്യോ, അത് വേണ്ട. അവള് നമ്മളെ പറപ്പിക്കും. അത് ശരിയാകത്തില്ല. അല്ല, സ്ഥിരം നിയമനമല്ല. 6 മാസം കഴിഞ്ഞ് നമുക്ക് നേതൃമാറ്റം ആവശ്യപ്പെടാം. തൽക്കാലം അവളെ കയറ്റിയിരുത്തേണ്ടത് എന്റെയും കൂടി ആവശ്യം. അല്ലെങ്കിൽ അവളായിരിക്കും അടുത്ത മണ്ഡലം പ്രസിഡന്റ്. ഈ ഇലക്ഷനിൽ ജനങ്ങൾ ഞങ്ങളെയാണ് വിശ്വാസത്തിലെടുത്തിരിക്കുന്നത്. അതിൽ ആവലാതി കൊണ്ട് ഞാൻ അറിഞ്ഞില്ല. വെറുതെ അല്ല അവന്മാരൊക്കെ സീറ്റ് അവർ ഹൈജാക്ക് ചെയ്തു. നഗ്നമായ ജനാധിപത്യ ലംഘനം. ഇത് വലതുപക്ഷത്തിന്റെ റിസോർട്ട് രാഷ്ട്രീയമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ അച്ഛനെ കണ്ടിരുന്നു. പഴയ കേസിന്റെ കാര്യത്തിൽ കുറച്ച് വിഷമത്തില. ഞാൻ പാർട്ടി മാറിയതിന്റെ വൈരാഗ്യം മൊത്തം ഒരു അച്ഛൻ്റെ അടുത്ത് തീർക്കുന്ന. അച്ഛൻ ജയിലിൽ പോതെ പോട്ടെന്ന്. പുള്ളി നമ്മുടെ പാർട്ടി ഒന്നും അല്ലല്ലോ. ഇവിടെ ജാക്ക് കിടക്കാൻ അജണ്ട ചെയ്ത് തീർക്കാൻ കിടക്കുമ്പോഴാ അച്ഛൻ. അതെ സഖാവേ, അച്ഛൻ എന്റെ അല്ലേ? ഞാൻ പാർട്ടിയെ മാറിയിട്ടുള്ളൂ, അച്ഛനെ മാറ്റിയിട്ടില്ല. നമസ്കാരം. എസ്കോർട്ടും പരിവാരങ്ങളും ഞാൻ വിളിക്കാം. ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ ആവശ്യം വന്നത് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. BRP ആയിട്ടോ PPDP ആയിട്ടോ സഹകരിക്കുന്നതിലോ പിന്തുണ തേടുന്നതിലോ പാർട്ടിക്ക് എതിർപ്പൊന്നുമില്ല. എല്ലാവരും ഇരിക്കെ. പക്ഷേ ഒരു പരസ്യമായ ഒരു പിന്തുണയിലേക്ക് പോകാൻ കഴിയില്ല. അതിൻ്റെ രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. രഹസ്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ തരത്തിൽ നമുക്ക് ആലോചിക്കാവുന്ന. പിന്നെ പ്രസിഡന്റായിട്ട് ആരെയാ ഉദ്ദേശിക്കുന്നത്? സഖാവ് ബിജോയി ആക്കണമെന്നാണ് LCയുടെ ഒരു തീരുമാനം. അല്ല, ഇവിടെ ഇപ്പോ സഖാവ് സുരേഷ് ഉണ്ട്. സുരേഷിന്റെ വരവ് പാർട്ടിയുടെ വിജയത്തിന് പ്രധാന ഘടകമായി എന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ. അതുപോലെ തന്നെ സീനിയർ മെമ്പറായ ബാബുരാജ് ഉണ്ട്. പരിഗണിക്കാം അല്ലേ? മാസ്റ്റർ എന്ത് പറയുന്നു? അല്ല, ഈ ഒരു സാഹചര്യത്തില് എന്നെ ഒഴിവാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എന്നാ സുരേഷ് തന്നെ ആവട്ടെ. അപ്പുറത്ത് സുനന്ദയാണ്. അപ്പോൾ സുനന്ദക്ക് ബദൽ സുരേഷ് തന്നെ. അതെ, നല്ല തീരുമാനമാണ് അല്ലേ? അതെ.